ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത് സുമിത്തേട്ടന്റെ പേരായിട്ടാണ്. അപ്പോ നല്ല മൂവിയാണ്, നല്ല രസമുണ്ടായിരുന്നു. സുമിത്തേട്ടന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ നിങ്ങൾക്ക് നേരത്തെ അറിയാലേ? എങ്ങനെയാണ് ഇതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടത്? ഒന്നാമത്തെ സുമിത്തേട്ടൻ ഫ്രണ്ടാണ്. പിന്നെ ഫൈസൽ സാർ നമ്മളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു മൂവി കാസ്റ്റിംഗ് ഉണ്ട്. അപ്പോ ഞാൻ ചോദിച്ചപ്പോഴും സുമിത്തേട്ടനാണേലും എന്നെ അറിയാം, എനിക്കാണ് സുമിത്തേട്ടനെ അറിയാം. അതുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സുമിത്തും നീമയുമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇവരെ സുപരിചിതമാണ്. ഇവർ ഇപ്പോൾ സംസാരിക്കുന്നത് കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറയുന്ന ഒരു മലയാളം സിനിമയ്ക്ക് വേണ്ടി അവർ നടത്തുന്ന പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്. ഈ ഇന്റർവ്യൂവിനകത്ത് പല സ്ഥലത്തും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കണ്ട ക്ലിപ്പിനകത്ത് പോലും അനാവശ്യമായി എത്രയെത്ര ചിരികളാണ് നിയമ ചിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം അനാവശ്യമായി പല സ്ഥലത്തും ഇങ്ങനെ ഓരോ ചിരികൾ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ക്യൂട്ട്നെസ് മാറി വെതറുന്നതാണോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഒന്നടങ്കം കയ്യിലെടുക്കാനാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഓവറാക്കി ചളമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഏതെങ്കിലും രീതിയിൽ ഈ ഇന്റർവ്യൂ മുഴുവനായി കാണാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പ്രേക്ഷകൻ അനാവശ്യമായി ഈ ചിരികൾ കണ്ടാൽ അപ്പൊ തന്നെ സ്കിപ്പ് അടിച്ച് ഇറങ്ങി പോകുമെന്നല്ലാതെ മറ്റൊരു രീതിയിലുള്ള ഗുണവും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, അല്ലെ? ശ്രീജയ നമുക്ക് വരുന്നത് തന്നെ വലിയ ഭാഗ്യം. സെലക്ട് ചെയ്യാൻ മാത്രം ഇത് എന്തോ ഇപ്പതേ വന്നു. നമുക്ക് എന്നെ കണ്ടിട്ട് എങ്ങനെ ചോദിക്കാൻ തോന്നി? സ്ക്രിപ്റ്റ് കേക്കൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചാ. ചക്കിക്കടുത്ത് ശങ്കരൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലെയാണ് നീമയുടെ ഒപ്പം ഇരുന്ന് സുമിത്തിന്റെ സംസാരവും നമുക്ക് വിലയിരുത്താൻ തോന്നുന്നത്, അല്ലെ? ശ്രീജയ എന്ന് പറയുന്ന ഇന്റർവ്യൂകൾ വളരെ വ്യക്തമായി ചോദിക്കുന്നത് സുമിത്ത് സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നത് സെലക്റ്റീവ് ആയിട്ടാണോ എന്നാണ്. സുമിത്ത് അതിന് പറയാൻ ഉദ്ദേശിക്കുന്ന മറുപടി എന്ന് പറയുന്നത് സെലക്റ്റീവ് ആയിട്ടല്ല, എന്നെ അഭിനയിക്കാൻ ആര് വിളിച്ചാലും ഞാൻ വന്ന് അഭിനയിക്കും എന്നാണ്. ഇത്രയും എളുപ്പത്തിൽ ഇത്രയും ലളിതമായി പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യം കുറേയധികം ആക്ഷൻസ് കയ്യിൽ നിന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓവർ ആക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു രീതിയിലും ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും മനസ്സിലാകരുത് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണെന്ന് തോന്നുന്നു സുമിത്ത് മറുപടികൾ പറയുന്നത്. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യം വളരെയധികം ഓവറാക്കി കയ്യിൽ നിന്ന് കുറേയധികം ആക്ഷൻസും കൂടെ ആഡ് ഓൺ ചെയ്ത് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവയ്ക്കാണെങ്കിൽ എങ്ങനെയായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നോ ഫാമിലിയിൽ നിന്നൊക്കെ? ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് തിയേറ്ററിൽ നമുക്ക് പോയിരുന്ന് കാണാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോ അമ്മ ഡാൻസറാണ്. ഇപ്പോ ഡാൻസിങ് ആണ് ഞാനും ഫോളോ ചെയ്തിട്ടുള്ളത്. അറിയില്ലായിരുന്നോ? ഡാൻസറാന്ന് അറിയില്ലായിരുന്നോ? പുള്ളിയുടെ അമ്മ ഡാൻസറാണെന്ന് അറിയില്ലായിരുന്നു. നിമയുടെ അമ്മ ഡാൻസറാണ്. അതുകൊണ്ട് തന്നെ എനിക്കും അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്കും എന്റെ ഫാമിലിക്കും എല്ലാം ഞാൻ ഇങ്ങനെ കലാപരമായി മുമ്പോട്ട് പോകുന്നതിൽ സന്തോഷമുണ്ട് എന്ന് നിമ പറയുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ സുമിത്ത് ഇടുന്നു. ആ എക്സ്പ്രഷൻ കണ്ടുകൊണ്ട് അവതാരിക സുമിത്തിനോട് ചോദിക്കുകയാണ്, അറിയില്ലായിരുന്നു നിമയുടെ അമ്മ ഒരു ഡാൻസർ ആണെന്ന് സുമിത്തിന് അറിയില്ലായിരുന്നു എന്ന്. വളരെ നിശ്ചയദാത്മകമായി മുമ്പിലിരിക്കുന്ന ആളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സുമിത്ത് പറയുകയാണ്, നിമയുടെ അമ്മ ഡാൻസർ ആണെന്ന് എനിക്കെങ്ങനെ അറിയാം, എനിക്കറിയില്ലായിരുന്നു എന്ന്. എന്തിനാണ് ഇത്ര ധാർഷ്ട്യമായി അല്ലെങ്കിൽ ഇത്ര നിശ്ചയദാത്മകമായി ഒരു ഇന്റർവ്യൂയോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെയധികം നല്ല എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള നല്ല കലാപ്രകടനങ്ങൾ പങ്കുവച്ച സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സോ കലാകാരന്മാരോ പോലും ഇത്രയധികം നിശ്ചയദാത്മകമായി സംസാരിക്കുന്നത് വളരെ വിരളമായിട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ലെ? അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ എന്തിനാണ് മുമ്പിലിരിക്കുന്ന ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. താൻ ആരൊക്കെയോ ആണ് അല്ലെങ്കിൽ താൻ വളരെ മച്ചുവർ ആണ് അല്ലെങ്കിൽ തനിക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ള ഭാവത്തിൽ ഇരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് ഈ ഇന്റർവ്യൂവിന്റെ ഉടനീളം സുമിത്തിന്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് വ്യക്തിപരമായി തോന്നിയത്. അപ്പൊ അത് അമ്മയ്ക്ക് സന്തോഷമാക്കാത്രേ ഉള്ളൂ. ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് തോന്നും ഒരു ഹൊറർ മൂവിയാണോ അതോ ത്രില്ലർ മൂവിയാണോ, അങ്ങനെയുള്ള ടൈപ്പ് മൂവിയാണോ? അത് സുമിത്തേട്ടൻ പറയും. അത് സർപ്രൈസ് ആണ്. സർപ്രൈസ് അറിയില്ല. കുടുംബചിത്രമാണോ? കുടുംബചിത്രമാണോ? കുടുംബമായിട്ട് കാണാൻ പറ്റും സാറേ. ഇതൊരു കുടുംബ ചിത്രമാണോ അല്ലെങ്കിൽ ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ആണോ അല്ലെങ്കിൽ ഒരു പ്രേതം അല്ലെങ്കിൽ ഒരു ഹൊറർ ടച്ച് ഉള്ള മൂവിയാണോ എന്നൊക്കെ ഇന്റർവ്യൂവേഴ്സ് മുമ്പിലിരിക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ആക്ടേഴ്സിനോട് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ അവതാരിക സുമിത്രയോടും ചോദിക്കുന്നത്. അതിനെ വളരെ കളിയാക്കി കുടുംബ ചിത്രമോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് പിന്നെയും സുമിത്ര സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന മൂവി ഏത് ജോണറിൽ പെട്ടതാണെന്ന് അവതാരിക ചോദിച്ചാൽ അത് ഏത് ജോണറാണോ അതങ്ങ് തുറന്നു പറഞ്ഞാൽ മതി. ഇനി അത് നിങ്ങൾക്ക് സസ്പെൻസ് ആയിട്ട് അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് വെക്കണമെന്നാണെങ്കിൽ പറയാൻ താല്പര്യമില്ല, അത് സർപ്രൈസ് ആണ്.
തിയേറ്ററിൽ പോയി കാണൂ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലാതെ ചോദ്യം മനസ്സിലാകാത്ത പോലെ അഭിനയിച്ച് കളിയാക്കുന്ന രീതിയിലുള്ള പ്രകടനം പിന്നെയും പിന്നെയും സുമിത്ത് കാഴ്ചവെക്കുന്നത് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ സുമിത്തിന്റെ വീഴ്ചയിലേക്ക് വഴിവെക്കും എന്ന് മാത്രമാണ് ഒരു പ്രേക്ഷക എന്ന രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. നീമയുടെ വിശേഷം ചോദിക്കുകയാണെങ്കിൽ സഞ്ജു ടെക്കി ആയിട്ട് ഭയങ്കര ചോദിക്കണോ? അല്ല, സഞ്ജു എന്തെങ്കിലും ഉപദേശം തന്നിരുന്നു സിനിമയിൽ അഭിനയിക്കുന്നതിന്? സഞ്ജു ഞാൻ മൂവിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് തന്നെയാണ് സഞ്ജു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കരമായിട്ടും കൂടെ സപ്പോർട്ട് ചെയ്ത്. അങ്ങോട്ട് എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ? ഞാൻ ആക്ച്വലി എപ്പോഴും എന്റെ കൂടെ വരാൻ പറയാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഉപദേശം കൊടുക്കണ അങ്ങനെയൊന്നുമില്ല. ആളുടെ രീതികളിൽ ഇങ്ങനെ ചെയ്യും. നമുക്ക് നല്ല സപ്പോർട്ടാണ്. എന്തായാലും ഒരിക്കലും ചെയ്യണ്ട വേണ്ട അങ്ങോട്ട് അങ്ങനെയൊന്നും പറയത്തില്ല. എപ്പോഴും ചെയ്തോളാനേ പറയത്തുള്ളൂ. മൂവി നീമേനെ ഒരു യുവനടി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നതിലുപരി കുറെയൊക്കെ ആൾക്കാരിലേക്ക് എത്തിയത് അല്ലെങ്കിൽ കുറെ അധികം ആൾക്കാർ തിരിച്ചറിയുന്നത് സഞ്ജു ടെക്കി എന്ന് പറയുന്ന യൂട്യൂബറിന്റെ ഭാവി വധുവായിട്ടാണ് അല്ലെ. സഞ്ജു ടെക്കി നീമേനെ വിളിക്കുന്നത് സ്വത്ത് എന്നാണ്. അപ്പോൾ സ്വത്ത് എന്ന പേരിലായിരിക്കും ഒരുപക്ഷെ കുറെ അധികം മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ നീമ പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ടാവുക. അതേ സഞ്ജു ടെക്കിനെ കുറിച്ചിട്ട് അവതാരിക ചോദിക്കുമ്പോൾ നീമ പറയുന്നത് ഞങ്ങളുടെ വിവാഹം ഉടനെ ഉണ്ടാവും, ഞങ്ങൾ പ്രണയത്തിലാണ് എന്ന് തന്നെയാണ്. സഞ്ജു ടെക്കി യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും വയ്ക്കുന്ന ഒരാളല്ല. എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കും, എന്ത് വേണേലും ചെയ്തോളൂ, ഒന്നും തന്നെ ചെയ്യണ്ട എന്ന് പറയുന്ന ആളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ചെയ്യരുതാത്ത കാര്യം പോലും ചെയ്ത് പണി വാങ്ങിച്ചു കൂട്ടുന്ന ഒരാളാണ് സഞ്ജു ടെക്കി. സോ സ്വന്തമായിട്ട് അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാള് തന്റെ കാമുകിയോട് അല്ലെങ്കിൽ തന്റെ ഭാര്യയാകാൻ പോകുന്ന ഒരാളോട് ചെയ്യണ്ട എന്ന് പറയും എന്ന് നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി MVDനെ വെല്ലുവിളിച്ച് ന്യൂസ് ചാനലുകളെ എല്ലാം കളിയാക്കി അതിനകത്തുനിന്ന് മാരിക്കൂട്ടിയ സഞ്ജു ടെക്കിനെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്നുണ്ട് അല്ലെ. അങ്ങനെ സ്വന്തമായിട്ട് പണികൾ ഇങ്ങനെ ഇരന്നു വാങ്ങുന്ന അല്ലെങ്കിൽ ചെയ്തു കൂട്ടുന്ന സഞ്ജു ടെക്കി ഒരിക്കലും ഭാവി വധുവിനോട് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണ്ട എന്നുള്ള ഉപദേശമോ കൊടുക്കുമെന്ന് നമുക്കും വലിയ ഹോപ്പോ പ്രതീക്ഷയോ ഒന്നുമില്ല. അത് തന്നെയാണ് നീമയും പറയുന്നത്. എനിക്ക് യാതൊരുവിധ ഉപദേശങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നും സഞ്ജു ടെക്കി തരാറില്ല. അങ്ങോട്ട് എന്തെങ്കിലും ഉപദേശം കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയായിട്ട് സ്വത്ത് പറയുന്നത് ഞാൻ ഉപദേശം ഒന്നും കൊടുക്കാറില്ല, എന്റെ കൂടെ എപ്പോഴും വരൂ എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്നാണ്. ചോദ്യം മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ പിന്നെയും ക്യൂട്ട്നെസ് വാരി വിതർന്നതാണോ എന്ന് മനസ്സിലാവുന്നില്ല. മൊത്തത്തിൽ പറയാനുള്ളത് ഈ ഇന്റർവ്യൂ വളരെയധികം ഫ്ലോപ്പ് ആയിരുന്നു. ഒരു പരിധി വരെ അവതാരികയും അല്ലെങ്കിൽ ഇന്റർവ്യൂവറും ഫ്ലോപ്പ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ. ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ എവിടെയൊക്കെ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. ആ അവ്യക്തതയ്ക്കൊപ്പം തന്നെ ഉച്ചത്തിൽ സംസാരിക്കാത്തതിന്റെയും സ്പഷ്ടമായ വാക്കുകൾ ഉപയോഗിക്കാത്തതിന്റെയും പോരായ്മ ഇന്റർവ്യൂവിന്റെ ഉടനീളം നീണ്ടു നിന്നിരുന്നു. ഇങ്ങനെ ഇന്റർവ്യൂവർ ഒരു പരിധി വരെ ഫ്ലോപ്പ് ആയിരുന്നുവെങ്കിൽ അതിലധികം ഫ്ലോപ്പ് ആയിരുന്നു അതിനകത്ത് വന്നിരുന്ന സുമിത്തും നിമയും എന്ന് പറയാതിരിക്കാൻ വയ്യ അല്ലെ. പ്രൊമോഷന് വേണ്ടി വന്നതാണെങ്കിൽ ആ മൂവിയുടെ ജോണറോ അല്ലെങ്കിൽ ആ മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള എക്സ്പീരിയൻസോ എല്ലാം വളരെ വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റണം. ഇത് അതൊന്നുമല്ലാതെ കുറെ അധികം ആക്ഷൻസും കുറെ അധികം ഓവർ എക്സ്പ്രഷൻസും കുറെ അധികം അനാവശ്യമായ ചിരികളും അല്ലാതെ ഈ ഇന്റർവ്യൂവിൽ വേറെ ഒന്നുമില്ല. ഇനിയെങ്കിലും ഒരു മൂവിയുടെ ഇന്റർവ്യൂവിന് വരുമ്പോൾ കൃത്യമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുക. അനാവശ്യമായ ആക്ഷൻസും അനാവശ്യമായ ക്യൂട്ട് എക്സ്പ്രഷൻസും ഒഴിവാക്കി വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് പ്രേക്ഷകർക്ക് കണ്ടിരിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ മൂവി തിയേറ്ററിൽ പോയി കാണുവാനും ഉള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ. താങ്ക് യു.